ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കാത്തിരുന്ന് കണ്ടോന്ന്. ഈ പൊളിയാടാ, ഇപ്പൊ എന്റെ കോൺഫിഡൻസ് കൂടി. അപ്പൊ എന്റെ കാര്യം പറയണ്ടല്ലോ. ഇപ്പൊ എനിക്ക് നിന്റെ പ്രതീക്ഷയുണ്ട്. ഇപ്പൊ എനിക്ക് 100 കോടി കടന്നു. എനിക്കും ബോക്സ് ഓഫീസിൽ 100 കോടി കിട്ടിയിട്ടുണ്ട്. അതും 10 കോടി, വെറും 10 കോടി ബഡ്ജറ്റ്. അപ്പൊ നീയാ ലാഭം. ഇപ്പൊ എന്തായാലും എന്റെ ബിസിനസ് ഒന്ന് പച്ച പിടിച്ചിട്ടുണ്ട്. എന്റെ ട്രെയിലർ എങ്ങനെയുണ്ട് സാർ? അതല്ല ഞാൻ പറഞ്ഞത്, പ്രതീക്ഷ ഉണ്ടെന്ന്. ഓ സോറി, ഞാൻ മെയ് 1 റിലീസ്. അറിയാം, മമ്മൂക്കി ലാൽട്ടൻ ഉള്ളതുകൊണ്ട് പടം പൊളിയായിരിക്കും. പൊളിക്കണം. അവര് മാത്രമോ? ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര, പിന്നെ മ്യൂസിക് സുഷിൻ ഷ്യ. എന്നെ മറന്നോ? ഹേയ്, ഒരിക്കലും ഇല്ല. മെയ് 1 പേട്രിയറ്റ്, മെയ് 21 ദൃശ്യം 3. ആഹാ, എന്താ രസം. എന്റെ സെക്കൻഡ് പാർട്ട് ഇപ്പൊ തിയേറ്ററിൽ ഇറങ്ങിയിട്ടുണ്ട്. അടുത്ത മാസം ഞാനൊരു 3 എൻട്രി നടത്തും. മതി, അത്രയും ഹൈപ്പ് വേണ്ട, പൊട്ടിപ്പോ. അത് ശരിയാണ്. ഇത് ചെറിയൊരു ഫാമിലി പടം, ത്രില്ലർ ഒന്നും അല്ല. ആഹാ, അത് മതി, പെർഫെക്റ്റ്. പേട്രിയറ്റെ കണ്ടുപഠിച്ചോ, ഇങ്ങനെ പറഞ്ഞാൽ മതി കേട്ടോ. അല്ലല്ലേ ഹൈപ്പ് കൂടി എന്റെ നെഞ്ചത്തിരുന്ന് കുറെ പടക്കം പൊട്ടും. അത് ഞാൻ ഏറ്റു. പിന്നെ ഗൾഫിൽ ഇനിയും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഒരു 2 മാസം മുന്നോട്ട് ചാടുക. നീ പറഞ്ഞു എന്നെയും കൂടി പേടിപ്പിക്കല്ലേ. ഇനി എന്തുണ്ടായാലും വേണ്ടില്ല, അന്ന് തന്നെ ഇറക്കിക്കോണം കേട്ടോ. ഇനിയും കുറെ സിനിമകൾ വരുന്നുണ്ട്. മോളിവുഡ് ടൈംസ്, അതിരടി, കത്തനാർ, അങ്ങനെ കുറെ സിനിമകൾ. ഈ വർഷം എനിക്ക് 2024 കൂടുതൽ ബിസിനസ് നടത്തണം.